നമസ്കാരം. കുട്ടികളിലെ ന്യൂമോണിയയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായേക്കാവുന്ന അസുഖമാണ് ന്യൂമോണിയ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ കരുതിയിരിക്കേണ്ടതുണ്ട്. ഈ വിഷയം തന്നെയാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നതും. സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിന് ഇന്ന് നമുക്കൊപ്പമുള്ളത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് സൂപ്രണ്ടും പീഡിയാട്രിക് പ്രൊഫസറുമായ ഡോക്ടർ കെ.പി. ജയപ്രകാശാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുട്ടികളിലെ ന്യൂമോണിയ. ഈ കുട്ടികളിൽ ന്യൂമോണിയ ഇപ്പോൾ സാധാരണമാണോ ഡോക്ടർ? ഏതെല്ലാം സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ന്യൂമോണിയ വരാം? കുട്ടികളിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ്. പക്ഷേ ന്യൂമോണിയ വളരെ കോമൺ ആയൊരു അസുഖമല്ല. പക്ഷേ എങ്കിലും അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ അവർക്ക് മരണകാരണമാകാവുന്ന ഒരു പ്രധാന രോഗമാണ് ന്യൂമോണിയ. അതിനാലാണ് ന്യൂമോണിയയ്ക്ക് ഇത്രയും പ്രാധാന്യം. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമല്ല ന്യൂമോണിയ എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും ഈ കുട്ടികൾക്ക് ന്യൂമോണിയ വരുന്നത്? ഇത് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും ഡോക്ടർ? കുട്ടികളിലെ ന്യൂമോണിയ വരുന്നത് പ്രധാനമായും ബാക്ടീരിയകൾ, വൈറസുകൾ മൂലമുണ്ടാകുന്ന അണുബാധയാണ് ഇത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇഷ്ടംപോലെ വൈറസുകളും ബാക്ടീരിയയും നമ്മുടെ അന്തരീക്ഷത്തിലും ഒക്കെ ഉണ്ട്. അപ്പോൾ സോഴ്സ് പല രീതിയിലാകാം. മുതിർന്ന ഒരാളാകാം, മറ്റ് കോമൺ സാഹചര്യങ്ങളിൽ നിന്നാകാം. പക്ഷേ നമ്മുടെ പ്രതിരോധ ശക്തി ഇതിനെ പ്രതിരോധിക്കുന്നതിന് പലപ്പോഴും സഹായിക്കുന്നു. ചില പ്രത്യേക സാഹചര്യം, അതായത് കുട്ടികൾ പ്രത്യേകിച്ചും മാൽനറിഷ്ഡ് ആയിട്ടുള്ള, അതായത് പോഷകാഹാരക്കുറവുള്ള കുട്ടികൾ, മറ്റ് അസുഖങ്ങളുള്ള ഹാർട്ടിനൊക്കെ അസുഖമുള്ള കുട്ടികൾ, ആസ്മ അതുപോലത്തെ രോഗങ്ങളുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ന്യൂമോണിയ വരാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ് മറ്റു കുട്ടികളെ അപേക്ഷിച്ച്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ പറഞ്ഞോളൂ ഡോക്ടർ. ചോദിച്ചോളൂ ഡോക്ടർക്ക് തുടർന്നോളൂ ഡോക്ടർ. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള കുട്ടികളെ തിരിച്ചറിയുന്നത് പല കുട്ടികൾക്കും ചുമയും വളരെ ദ്രുതഗതിയിലുള്ള ശ്വാസമെടുപ്പും അതോടൊപ്പം ഈ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഡ്രോയിങ് എന്ന് പറഞ്ഞ അവസ്ഥയൊക്കെ ഉള്ളപ്പോഴാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പലർക്കും അനുബന്ധമായിട്ട് പനിയും പാല് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയും മയക്കവും എല്ലാം ഉണ്ടാകാം. മാതാപിതാക്കൾക്ക് തന്നെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ലക്ഷണങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കുട്ടിക്ക് കാര്യമായൊരു അസുഖമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ചെറിയ ജലദോഷവും ചുമയൊന്നും കൊണ്ട് ഒരാൾക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കുന്ന അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീത്തിങ് ഉണ്ടാകാറില്ല. നെഞ്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഡ്രോവിങ് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ പാല് കുടിക്കാതെ ഇരിക്കുക, മയക്കം വരിക, അതൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് അവർക്ക് അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് എൻ്റെ കുട്ടിക്ക് കാര്യമായ ഒരു അസുഖമുണ്ടോ, ഒരു സീരിയസ് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് തീർച്ചപ്പെടുത്താവുന്നതാണ്. ഡോക്ടർ ഇപ്പോൾ ബ്രീത്തിങ് കണ്ടീഷനെ പറ്റിയും ചെസ്റ്റ് ഇൻഫെക്ഷനെയൊക്കെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴും ന്യൂമോണിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം തരം പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ന്യൂമോണിയായി മാറുന്നത് ഡോക്ടർ? പല കുട്ടികൾക്കും, അതായത് ഒരു സാധാരണ കുട്ടിക്ക് ഒരു 6 to 8, 6 മുതൽ 8 ഇൻഫെക്ഷൻസൊക്കെ ഒരു വർഷം ഉണ്ടാകാം. ഇപ്പോൾ ഒരു പ്ലേ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ ഇൻഫെക്ഷൻ്റെ റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പക്ഷേ സാധാരണ ഇങ്ങനെ വരുന്ന ഇൻഫെക്ഷൻസ് എല്ലാം ന്യൂമോണിയ ആകാറില്ല. ചില കുട്ടികൾ, ഇപ്പോൾ ഒരു അലർജിക് ടെൻഡൻസി ഉള്ള കുട്ടികളിൽ, ആസ്മയുടെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ന്യൂമോണിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വീണ്ടും ന്യൂമോണിയ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ്, മാൽന്യൂട്രീഷൻ. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാം. അപ്പം അതും അങ്ങനെയുള്ള അവസ്ഥയും ന്യൂമോണിയ വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഹാർട്ടിന് ഹോളുള്ള കുട്ടികൾ, VSD ഉള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ
പലപ്പോഴും ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടാം, അവർക്ക് ന്യൂമോണിയ ഉണ്ടാകും. ഇങ്ങനെയുള്ള പിന്നെ ഇപ്പോൾ ഒരു സെർബ്രൽ പാൾസിയോ അല്ലെങ്കിൽ ബ്രെയിൻ സംബന്ധമായ അസുഖമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ലങ്സിലേക്ക് ആസ്പിറേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് സാധാരണ നമ്മൾ വിഴുങ്ങുമ്പോൾ വെള്ളം നമ്മുടെ തുപ്പലും വെള്ളം എല്ലാം നേരിട്ട് സ്റ്റൊമക്കിലേക്ക് പോവുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അത് തിരിച്ച് നമ്മുടെ ലങ്സിലേക്ക് ആസ്പിറേഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ന്യൂമോണിയയ്ക്ക് സാധ്യത കൂടുതൽ. ഡോക്ടർ, അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഈ അടിക്കടി ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഒരു തവണ ന്യൂമോണിയ വന്നു പോയാൽ പിന്നീടും പെട്ടെന്ന് ന്യൂമോണിയ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇമ്മ്യൂണിറ്റി കുറവിൻ്റെ ഭാഗമായി വരുന്നതാണോ? വീണ്ടും ന്യൂമോണിയ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. സാധാരണ ഒരു കുട്ടിക്ക് ഇപ്പോൾ ബാക്ടീരിയ കൊണ്ടുണ്ടാകാം, വൈറസ് കൊണ്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ ഇടയിൽ ഏറ്റവും കോമൺ ആയിട്ട് ആസ്മ അല്ലെ അലർജി ഉള്ള കുട്ടികൾക്കാണ് വീണ്ടും ന്യൂമോണിയ ഉണ്ടാകാനുള്ളൊരു സാധ്യത. അതുപോലെ തന്നെ നമ്മൾ ഹാർട്ട് ഡിസീസ് ഉള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള കുട്ടികൾക്ക് വീണ്ടും ന്യൂമോണിയ ഉണ്ടാകാം. മാത്രമല്ല ജന്മനാ തന്നെ പ്രതിരോധ ശക്തി കുറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ അളവുകളൊക്കെ കുറഞ്ഞ കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വീണ്ടും വർഷത്തിലൊരു 2 ന്യൂമോണിയ വരെയാണെങ്കിൽ ജനറലി നമ്മൾ അവരെ വീണ്ടും ന്യൂമോണിയ ഉണ്ടാകുന്ന കുട്ടികളായിട്ടാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അലർജിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്കുണ്ടെങ്കിൽ അത് നൽകുക. അതോടൊപ്പം അതിന് മറ്റ് കാരണങ്ങൾ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ സിവിയർ അതായത് പോഷകാഹാരക്കുറവോ ഗുരുതരമായ പോഷകാഹാരക്കുറവോ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ വിഷയം തന്നെ ഇന്ന് കുട്ടികളിലെ ന്യൂമോണിയയെ പറ്റിയാണ്. ഈ പലപ്പോഴും മുതിർന്നവരെക്കാൾ കുട്ടികളിൽ ഈ രോഗം ഗുരുതരമാകുന്നുണ്ടോ? അപ്പോൾ ഈ WHO ഒരു വാർണിംഗ് ഉണ്ടായിരുന്നു. ഈ വർഷം മൈക്കോപ്ലാസ്മ ന്യൂമോണിയ കൂടുതലാണ്. അപ്പോൾ നാച്ചുറലി നമ്മൾക്കും അതുപോലെ ഒരു മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ബാക്ടീരിയയാണ്. അതുകൊണ്ടുള്ള ന്യൂമോണിയ കൂടുതലായിരുന്നു. കുട്ടികളിൽ ഇത് ഗുരുതരമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. സിവിയർ ന്യൂമോണിയ ഉള്ളവരുണ്ട്. ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു സീരിയസ് ഹാർട്ട് ഡിസീസ് ഉണ്ട്, ന്യൂമോണിയ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ സംബന്ധമായ അല്ലെങ്കിൽ സെർബ്രൽ പാൾസി അല്ലെങ്കിൽ മറ്റ് ന്യൂറോളജിക്കൽ ഇൽനെസ് ഉള്ള കുട്ടികളിലൊക്കെ ഈ ആസ്പിറേഷൻ സാധ്യതയുള്ള കുട്ടികളിലൊക്കെ ന്യൂമോണിയ വരുവാണെങ്കിൽ അത് കുറച്ചുകൂടെ സീരിയസ് ആവാനുള്ള സാധ്യതയുണ്ട്. ന്യൂമോണിയ മോർട്ടാലിറ്റി നമ്മളുടെ ഇടയിലുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അത് നമ്മുടെ നാട്ടിൽ കുറവാണ് എന്നുള്ളതാണ് ഒരു സത്യം. തീർച്ചയായും ഡോക്ടർ അതുപോലെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ആസ്മ അല്ലെങ്കിൽ ഹാർട്ടിന് ഹോളുള്ള കുട്ടികൾ, ഇത്തരത്തിലുള്ള കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന്. ഡോക്ടർ, അപ്പോൾ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവരെടുക്കേണ്ട മുൻകരുതലുകൾ എങ്ങനെയായിരിക്കും ഡോക്ടർ? ഇപ്പോൾ ഈ ന്യൂമോണിയയുടെ പ്രിവെൻഷനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വീട്ടിൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കുറച്ച് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ വീട്ടിൽ സിഗരറ്റ് വലിക്കും. അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല മറ്റ് അഡൾട്ട്സിനും പ്രശ്നമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിറക് അല്ലെങ്കിൽ ബയോമാസ് ഫ്യൂവൽ ഉപയോഗിക്കുന്നു, അതൊരു ഇൻഡോർ പൊല്യൂഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അലർജിയുള്ള കുട്ടികളിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. വീട് മോപ്പ് ചെയ്യുന്നതിനും പെറ്റ്സിനെയൊക്കെ ഒഴിവാക്കുന്നത്, എസ്പെഷ്യലി പട്ടി പൂച്ചയൊക്കെ അതുപോലെ തന്നെ നനഞ്ഞിരിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഡോക്ടർ, ഒരു സംബന്ധമായ ഒരു അസുഖമുള്ള കുട്ടിയാണെങ്കിൽ ഇന്ന് നമുക്ക് ഹൃദയം പ്രോഗ്രാമുണ്ട്. അതുപോലെ അതിന് ഓരോ ഓപ്പറേഷൻ വേണ്ട കുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഡെഫിനറ്റീവ് സർജറി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിയുടെ ജനറൽ കണ്ടീഷനും ഇതുപോലുള്ള ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞു വരും. ഡോക്ടർ, ഇതിനോട് ചേർത്തൊരു സംശയമാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പുക വലിക്കുമ്പോൾ അത് കുട്ടികളെ ഏത് തരത്തിൽ ബാധിക്കുന്നുവെന്ന്. ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് വരുന്നൊരു സംശയമാണ്, ഇത്തരത്തിൽ റിഫ്രഷ് ഫാനെല്ലാം ഉപയോഗിച്ച് പുക വലിക്കുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ? ഡോക്ടർ, അതായത് ഇപ്പോൾ ഡോക്ടർ പുകവലിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി പുകവലിക്കുന്ന ആള് ഏകദേശം ഒരു ഡോക്ടർ, അപ്പോൾ ഈ എക്സോസ്റ്റ് ഫാനുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ? ഈ പുകയെല്ലാം പുറത്തേക്ക് പോവുകയില്ലേ? നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് വരുന്ന സംശയങ്ങളാണ് ഡോക്ടർ.
ആ അതായത് ഒരാൾ ഒരു പുക വലിച്ച ഒരാൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഏകദേശം 4000 കെമിക്കൽ അയാൾ പുറത്തേക്ക് വിടുന്നതാണ് കണക്ക്. ഒരാൾ പുക വലിച്ചിട്ട് വീട്ടിൽ വരികയാണെങ്കിൽ ഒരു നെക്സ്റ്റ് 2 to 3 days നിങ്ങളത് പാസീവായിട്ട് ഇൻഹെയിൽ ചെയ്യണം. ഒരു എക്സോസ്റ്റ് ഫാൻ കൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ സാധിക്കില്ല. പുക വലിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. വീട്ടിലിരുന്നല്ല, പുറത്താണെങ്കിലും പുക വലിച്ച ശേഷം വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലോ, നാച്ചുറലി നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് തേർഡ് ഹാൻഡ് സ്മോക്കിങ്ങിന് അവസരം നൽകുകയാണ്. അപ്പോൾ പുക വലിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. തീർച്ചയായും ഡോക്ടർ സൂചിപ്പിച്ചത് തന്നെയാണ്, പുക വലിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പരത്താതിരിക്കാനും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ, ഒപ്പം തന്നെ സംശയവുമായി മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും ഷിഹാബുദ്ദീനാണ്. ഷിഹാബുദ്ദീൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഷിഹാബുദ്ദീൻ, ദയവായി ടിവിയുടെ വോളിയം കുറച്ച് ഡോക്ടറോട് ചോദിക്കാമോ, ഇല്ലെങ്കിൽ ഡോക്ടർക്ക് കേൾക്കാൻ സാധിക്കില്ല. ഹലോ ഡോക്ടർ, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ആ മകൾക്ക് ഇപ്പൊ ഏണ്ട ഒരു വയസ്സായി. അവൾക്ക് രാത്രിയിലും അതുപോലെ തന്നെ പകലായാലും ഉറങ്ങുമ്പോഴും ഭയങ്കര നെഞ്ചിനകത്ത് കിറുകിറാന്നുള്ള ശബ്ദം കേൾക്കുന്നതാണ്. അപ്പം ഇത് എങ്ങനെ ആത്മാടെ വല്ല പ്രശ്നമാണോ അതേ മറ്റ് വേറെ എന്തെങ്കിലും വല്ല കുഴപ്പമാണോ ഒന്നും അറിയാൻ വയ്യ. അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഓക്കെ, ഉറങ്ങുമ്പോൾ നെഞ്ചിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഉറങ്ങുമ്പോൾ നെഞ്ചിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു. നമുക്ക് അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ആസ്മ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കുട്ടിക്ക് അടിക്കടി തുമ്മലോ എങ്ങനെ ശ്വാസം പെട്ടെന്ന് എടുത്ത് വലിക്കുന്ന പോലെ അങ്ങനെ വല്ല പ്രയാസങ്ങളുണ്ടോ? ആ തുമ്മലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തുമ്മലുണ്ട്. പൊടിയടിച്ച തുമ്മലുണ്ട് സ്ഥിരമായിട്ട്. നിങ്ങൾക്ക് കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ശ്വാസം മുട്ടോ തുമ്മലോ സ്കിൻ അലർജിയോ അങ്ങനെ എന്തെങ്കിലും അസുഖം? ഇല്ല, അങ്ങനെ അച്ഛൻ ഇങ്ങനെ തുമ്മലുണ്ട്, അലർജി ആയിട്ടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് തുമ്മലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളിൽ, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ആസ്മ ഉണ്ടെന്ന് പറയണേൽ ചില മിനിമം കാര്യങ്ങൾ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യും. ഒന്ന്, ചുമ, അല്ലെങ്കിൽ അവർക്ക് ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുക. അതോടൊപ്പം അച്ഛനോ അമ്മ ഫാമിലിയിൽ ഇങ്ങനെ അലർജിയുടെ ഹിസ്റ്ററി ഉണ്ടാകുക, അല്ലെങ്കിൽ കുട്ടിക്ക് അലർജിയുടെ ഹിസ്റ്ററി ഉണ്ടാകുകയാണെങ്കിൽ ആസ്മ എന്ന രോഗം കൺസിഡർ ചെയ്യും. പക്ഷേ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ കാണിക്കുന്ന ഫിസിഷ്യനെ പീഡിയാട്രീഷ്യനെ കാണിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന് അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡയഗ്നോസിസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് സിംറ്റം ഉണ്ടായിരിക്കണം, 2 ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കണം, അല്ലെ പേഴ്സണൽ ഹിസ്റ്ററി ഈ അലർജിയുടെ ഉണ്ടായിരിക്കണം. അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചെറിയ കുട്ടികളിൽ ആസ്മ കൺസിഡർ ചെയ്യുന്നത്. ശ്വാസം എടുക്കുമ്പോൾ സൗണ്ട് കേട്ടു എന്നുകൊണ്ട് മാത്രം ആസ്മ എന്ന് നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ, അതുപോലെ ഒരു സംശയമാണ്, പലപ്പോഴും ഈ മുലപ്പാൽ അധികം കിട്ടാത്ത കുട്ടികളിൽ ഇത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ ന്യൂമോണിയ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതിന്റെ വാസ്തവം എങ്ങനെയാണ് ഡോക്ടർ? തീർച്ചയായിട്ടും നമ്മുടെ ന്യൂമോണിയ പ്രിവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ 6 മാസം കുട്ടിയെ മുലയൂട്ടുക എന്നുള്ളതാണ്. അത് തുടർന്ന് നല്ല കോംപ്ലിമെൻ്ററി ഫീഡ്സ്, നമുക്ക് ഹോം അവൈലബിൾ ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി ഫീഡ്സ് കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഡയറ്റ് ഏറ്റവും ഐഡിയലാക്കുക. ബ്രസ്റ്റ് ഫീഡിങ് ആദ്യത്തെ 6 മാസം, പിന്നീട് തുടരുക. 6 മാസമാകുമ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡ്സ് ആരംഭിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ ന്യൂമോണിയയുടെ ഇൻസിഡൻസും അലർജിയുടെ ഇൻസിഡൻസും മറ്റ് ഇൻഫെക്ഷൻ്റെ ഇൻസിഡൻസും കുറവാണ്. അപ്പോൾ ആഹാര രീതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ന്യൂമോണിയ പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഹാര രീതിയും ഇമ്മ്യൂണൈസേഷനും വീട്ടിലുള്ള എൻവയൺമെൻറ്റൽ ട്രിഗേഴ്സും ഒഴിവാക്കാനാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ന്യൂമോണിയയ്ക്കൊക്കെ കുട്ടികളിൽ എന്തെങ്കിലും വാക്സിൻ ലഭ്യമാണ്? ഈ കുത്തിവയ്പ്പുകൾ കുട്ടികൾ എടുത്താൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ്?
ഇമ്മ്യൂണൈസേഷനാണ് നമ്മുടെ ഒരു പ്രിവെൻഷനുള്ള ഒരു പ്രധാന സ്ട്രാറ്റജി. നമ്മളെടുക്കുന്ന മീസിൽസ് വാക്സിൻ, നമ്മളെടുക്കുന്ന വോപ്പിംഗ് കഫ് വാക്സിൻ, അതുപോലെ തന്നെ നമ്മുടെ ന്യൂമോകോക്കൽ വാക്സിൻ, പിന്നെ പ്രത്യേകം ഇയർലി നമ്മളെടുക്കുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ, ഇതെല്ലാം ഒരു സ്പെസിഫിക് ന്യൂമോണിയ പ്രിവെൻഷൻ വാക്സിൻസാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ അസുഖമുള്ളവരുടെ അടുത്തുള്ള കോണ്ടാക്റ്റ്, അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ഷെയറിങ്, പിന്നെ നമ്മളൊരു കോഫ് ഹൈജീൻ, ഇതെല്ലാം പാലിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. വാക്സിനുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ന്യൂമോണിയയും പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു തെറ്റായ ധാരണ. അതായത് 200-ൽ കൂടുതൽ വൈറസുകളും, അപ്പോൾ നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ, സെലക്റ്റഡ് ആയിട്ടുള്ള വൈറൽ വാക്സിൻസ് ഉണ്ട്. അവ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയ അല്ല വൈറസിനെതിരെയുള്ള സ്പെസിഫിക് പ്രൊട്ടക്ഷൻ കിട്ടും. വ്യക്തമാണ് ഡോക്ടർ. മറ്റൊരു പ്രേക്ഷക ചേരുന്നുണ്ട്, പെരുമ്പാവൂരിൽ നിന്ന് ഗീതയാണ്. ഗീത, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, ഹലോ ഡോക്ടർ, ഹലോ പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ മോളെ കൊച്ചിന് എന്നും ചുമയാണ്. പറഞ്ഞോളൂ കേൾക്കാം. എന്റെ മോളെ കൊച്ചിന് 5 വയസ്സ് കഴിഞ്ഞ് എന്നും ചുമ. ഇളയ കൊച്ചിനും മൂത്ത കൊച്ചിനും എന്നും ചുമ. അപ്പം ഡോക്ടർ പറഞ്ഞ് ഇമ്മ്യൂണിറ്റി കൂട്ടിയാൽ ഈ അലർജിയിൽ നിന്ന് കുറച്ച് പരിഹാരം കിട്ടുമെന്ന്. ഇമ്മ്യൂണിറ്റി കൂട്ടിയാൽ എന്താ ആഹാര സാധനമാണ് ഡോക്ടർ കൊടുക്കേണ്ടത്? ഓക്കെ, നിങ്ങളുടെ കുട്ടിക്ക് സ്ഥിരം ചുമയാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടിയാൽ ചുമ കുറയും എന്ന് പറഞ്ഞു. നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നമ്മൾ പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കൃത്യമായ സമീകൃതമായിട്ടുള്ള ഒരു ആഹാരം വീട്ടിലുണ്ടാവുക, കുത്തിവയ്പ്പുകൾ എടുക്കുക. പിന്നെ ഈ കുട്ടിക്ക് സ്ഥിരം ചുമയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് വരുന്നത്? അലർജിയാണോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളുണ്ടോ? കുട്ടി ഒരുപക്ഷെ പ്ലേ സ്കൂളിൽ പോകുന്നതായിരിക്കാം. അപ്പോൾ അസുഖം ഫ്രീക്വൻ്റായിട്ട് കിട്ടാൻ ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കോമൺ സ്ഥലങ്ങളാണ്, സ്കൂള്, പ്ലേ സ്കൂള്, ഇതൊക്കെയാണ്. അപ്പം ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഇമ്മ്യൂണിറ്റി കൂടും, അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി കൂടും എന്നത് തെറ്റായ ഒരു ധാരണയാണ്. കുട്ടിക്ക് തുടർച്ചയായിട്ട് ചുമയുണ്ടെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കാണിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ഒരു അലർജിയുടെ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. സമീകൃത ആഹാരം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നമ്മൾ പയറും പരിപ്പും കടലയും നമ്മുടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലാതെ വീട്ടിലുള്ള ആഹാരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഒരു നല്ല വെറൈറ്റി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരു പ്രത്യേക ഭക്ഷണത്തിലോ ഒരു പ്രത്യേക മരുന്നിലോ ഇമ്മ്യൂണിറ്റി കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒരു ധാരണയാണ്. പ്രേക്ഷകയ്ക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകയായ ഗീത സൂചിപ്പിച്ചതും കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി കുറവാണ്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയാണ് ഇത്തരത്തിൽ രോഗങ്ങൾ തടയാനുള്ളൊരു ചികിത്സാ മാർഗം എന്ന രീതിയിലാണ്. പലപ്പോഴും ഈ കുട്ടികളെല്ലാം പ്ലേ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയങ്ങളിൽ അവർക്ക് ഇത്തരത്തിൽ അസുഖങ്ങൾ കൂടുന്നൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും പിയർ ഗ്രൂപ്പുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ലഭിക്കുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഡോക്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിലുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമായിരിക്കും? ഞാൻ അതിനു മുമ്പായിട്ട് ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗത്തെപ്പറ്റി ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ന്യൂമോണിയ ആണ്, എൻ്റെ കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് എടുത്തു, കുറയുന്നില്ല, വീണ്ടും ആൻറ്റിബയോട്ടിക് എടുത്തു. അപ്പം ബാക്ടീരിയൽ ന്യൂമോണിയയ്ക്കുള്ള ചികിത്സ ആൻറ്റിബയോട്ടിക്സാണ്. അത് ഏറ്റവും ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കുറവ് കിട്ടുന്നു. പക്ഷേ നമുക്ക് എല്ലാ തവണയും ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം ന്യൂമോണിയ വൈറൽ ന്യൂമോണിയകളാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ ആൻറ്റിബയോട്ടിക്സിനെതിരെയുള്ള റെസിസ്റ്റൻസ്, ആൻറ്റിബയോട്ടിക് മൈക്രോബിയൽ റെസിസ്റ്റൻസ് ലോകത്ത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ റിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഏത് ഡോക്ടർ ആൻറ്റിബയോട്ടിക് എഴുതിയാലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നതും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുമാണ് ഒരു ശരിയായ ചികിത്സാ രീതി. താങ്കളുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാമോ?
ഡോക്ടർ ഞാൻ പ്ലേ സ്കൂളുകളിൽ പോകുമ്പോൾ ഓക്കെ അതായത് നമ്മളിപ്പോൾ ഒരു പ്ലേ സ്കൂളിൽ പോകാമെന്ന് വെച്ചു 4 വയസ്സ് 5 വയസ്സ് ഒരു 20 കുട്ടിയുണ്ട്. ഒരു സാധാരണ വലിയ റൂമിൽ 20 കുട്ടികൾ. ഈ കുട്ടികളിൽ പലരും ചിലരൊക്കെ അസുഖങ്ങൾ ഉള്ളവരായിരിക്കാം, ചില അസുഖങ്ങളുടെ ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കാം. നമ്മുടെ ഇടയ്ക്ക് തന്നെ 200 വൈറസുകളുണ്ട്. അപ്പം ഒരാൾക്ക് ഫ്രീക്വൻ്റായിട്ട് ഇൻഫെക്ഷൻ കിട്ടാൻ കാര്യം ഒരു സോഴ്സിനോടുള്ള എക്സ്പോഷറാണ്. സോഴ്സ് നമ്മുടെ വീടാകാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന സ്കൂള് ഇതുപോലെയൊക്കെ ആകാം. അപ്പം അസുഖങ്ങളുണ്ടെങ്കിലും സ്കൂളിൽ വിടാനാണ് താല്പര്യപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അപ്പോൾ ഒരു എൻക്ലോസ്ഡ് സ്പേസിൽ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് പല സ്കൂളുകളും അവരുടെ പോർഷനസിൻ്റെ ഭാഗമായിട്ട് AC ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി ഒരു എൻക്ലോസ്ഡ് സ്പേസിൽ ഒത്തിരി റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈറസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്കത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ ഇടപെടുകയാണ്. ഒരു പ്രേക്ഷക കൂടി സംശയവുമായി ചേരുന്നുണ്ട്. കട്ടപ്പനയിൽ നിന്ന് സുനിതയാണ്. സുനിത അവസരം കൊടുക്കുക എന്നുള്ളതാണ്. സുനിത ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഡോക്ടറെ, എന്റെ മോന് 4 വയസ്സ് വരെ കുഴപ്പമില്ലായിരുന്നേ. 4 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു അസുഖം ഒന്നുമില്ലായിരുന്നു. അത് കഴിയുമ്പോൾ ഭയങ്കര ചുമയായിരുന്നു. രാത്രിയില് ഒരു 3 മണി 4 മണിയാകുമ്പോൾ ചുമ തുടങ്ങും. ആ ചുമ ഒരു 6 മണി 7 മണി വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ചുമയ്ക്കും. അത് കഴിഞ്ഞിപ്പോൾ അത് ചുമ അങ്ങ് പതുക്കെ മാറിയിട്ട് ഇപ്പം 2 ആഴ്ച കൂടുമ്പോൾ ജലദോഷം വരിക. അത് മൂക്കിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ കളർ കഫമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളപ്പം ഈ പീഡിയാട്രിയൻ എല്ലാം കാണിച്ചു, പക്ഷെ അവർ മരുന്ന് തരും കുറയും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഹോമിയോയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഹോമിയോന്നും വലിയതായിട്ട് ഇതില്ല. IG കൂടുതലാണ്, ഇസ്നോഫിൽ കൂടുതലാണ്. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നൈറ്റിലുള്ള ചുമ, ജലദോഷം മാറുന്നില്ല അല്ലേ? അതല്ലേ? ഹലോ, അത് തന്നെ, ജലദോഷം മാറുന്നില്ല. ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മഞ്ഞ കളർ കട്ട കഫമാണ്. തുമ്മലുണ്ടോ? തുമ്മലൊക്കെ തുമ്മലില്ല. കുട്ടിക്ക് കൂർക്കമ്പലിയുണ്ടോ? കൂർക്കം, ശ്വാസം ഈ മൂക്കടഞ്ഞിട്ട് ബുദ്ധിമുട്ട്. വാ തുറന്ന് ചെറുതായിട്ട് ചുണ്ട് കടഞ്ഞ മൂക്കടഞ്ഞിട്ടാ തോന്നെ ഇരിക്കുന്നേ എപ്പോഴും. വാ തുറന്ന് ശ്വാസം വിടുന്നു. വാ തുറന്ന് ശ്വാസം വിടുന്നു. അപ്പോൾ അടിക്കടി ചുമയ്ക്ക് പല കാരണങ്ങളുണ്ട്. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ മൂക്കടപ്പും വാ തുറന്ന് ശ്വാസം വിടുന്നതും ഒക്കെ ഒരു അഡിനോയിഡിൻ്റെ വളർച്ച കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണോ എന്ന് സംശയമുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക. നിങ്ങൾക്ക് അഡിനോയിഡിൻ്റെ നമുക്ക് സാധാരണ ആളുകൾ എക്സ്റേ ഒക്കെയാണ് എടുക്കുന്നത്. അൾട്രാസൗണ്ട് വെച്ചൊക്കെ അഡിനോയിഡിൻ്റെ സൈസ് അറിയാൻ പറ്റും. ഇതോടൊപ്പം നിങ്ങളുടെ കുട്ടിക്ക് അലർജിയുടെ സാധ്യത ഉണ്ടോ എന്നുകൂടെ നോക്കേണ്ടതുണ്ട്. അടിക്കടി ചുമ, എസ്പെഷ്യലി നൈറ്റ്. അപ്പം ഈ മൂക്കടപ്പും അഡിനോയിഡിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ സെക്രീഷൻസ് ഒക്കെ ഉണ്ട്. നൈറ്റിൽ ചുമയൊക്കെ വരാം. നിങ്ങൾ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ വരുമോ? നമ്മൾ നിങ്ങളുടെ കുട്ടിയെ ഒന്ന് റീഅസസ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ 2 പോസിബിലിറ്റീസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, അഡിനോയിഡ് കൊണ്ടുള്ള പ്രശ്നം. 2, അതിനോടനുബന്ധിച്ച് തന്നെ അലർജി ഉണ്ടോ എന്നുള്ളത്. പ്രേക്ഷകർക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ ഒരുപാട് സംശയങ്ങളും ആകുലതകളൊക്കെ ഉള്ള വിഷയമാണെങ്കിൽ പോലും ഇന്നത്തെ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കുട്ടികളിലെ ന്യൂമോണിയയെ പറ്റിയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് സൂപ്രണ്ടും പീഡിയാട്രിക് പ്രൊഫസറുമായ ഡോക്ടർ KP ജയപ്രകാശാണ് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.